പറമ്പി അതിന്റെ അപ്പുറത്തേക്കില്ല. ഇരിക്കട്ടെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആ തണൽ ഒരുപാട് നമുക്ക് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. ആരാന്റെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. എങ്ങനെയാണ് ഉസ്താദിന് ഈ പുരോഗതിയൊക്കെ കിട്ടിയത്? ഉസ്താദിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, തന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരും മുമ്പ് കഴിഞ്ഞുപോയവരുമായ മഹാന്മാരായ ആളുകളുടെ ഒക്കെ പൊരുത്തം കിട്ടിയിട്ടുണ്ട്. മഹാന്മാരായ ആളുകളുടെ ഒക്കെ പൊരുത്തം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്തിന് എന്തു ചെയ്യണം, എന്തു ചെയ്യണ്ട, എന്തു പറയണം, എന്തു പറയണ്ട, അള്ളാഹു അദ്ദേഹത്തിന് അങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അത് അള്ളാഹ് അങ്ങനെ ഒരു ഭാഗ്യം കൊടുക്കുന്നു. അതിന് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? പണ്ടെല്ലാരും കൂടെ കൂടിയിട്ട് കോഴിക്കോട്ടെ ഇപ്പോഴത്തെ ചായ സൽക്കാരം പോലെ സൽക്കാരം നടത്തിയില്ലായിരുന്നോ? അന്ന് പറഞ്ഞു റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞു. ബാബരി മസ്ജിദിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അന്ന് പറഞ്ഞതാ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണം. അന്ന് അതിനെതിരെ പറഞ്ഞ ഒരേ ഒരു മനുഷ്യൻ AP ഉസ്താദാണ്. AP ഉസ്താദ് പറഞ്ഞു റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കാൻ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കിട്ടില്ല. കാരണം അതിങ്ങനെ ബഹിഷ്കരിക്കേണ്ട പരിപാടിയല്ല, അത് രാജ്യത്തോട് ചെയ്യേണ്ട ബാധ്യതയും കടമയും കടപ്പാടുമാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു പണി മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. നിങ്ങളെല്ലാരും കൂടെ കൂടിയിട്ട് പണ്ട് ബിരിയാണി അടിച്ച് അന്ന് റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തപ്പോ അതിലെങ്ങാനും AP ഉസ്താദ് അടക്കമുള്ള ആളുകൾ കൂടി ചെന്നുപെട്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ നെഞ്ചത്തൊരു കരിങ്കൊടി അന്ന് നിങ്ങളുടെ പ്രലോഭനത്തിന്റെ ഭാഗമായി കുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ രാജ്യദ്രോഹിയാക്കാൻ അത് ധാരാളമാകുമായിരുന്നു. മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തിയത് ഒരൊറ്റ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേര് AP അബൂബക്കർ മുസ്ലിയാർ എന്നാണ്. മറക്കണ്ട. അല്ലെങ്കിലേ ഇന്ന് മാറുമായിരുന്നു ചിത്രം. ഇവർ രാജ്യത്തെ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിച്ചവരാണ്. ഇവരെ മാറ്റി നിർത്തണമെന്ന് പറയാൻ എതിരാളിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ആയുധമായിരുന്നു നിങ്ങൾ ഉണ്ടാക്കിയത്. AP ഉസ്താദ് പറഞ്ഞു പറ്റില്ല. പിന്നെ എല്ലാരും കൂടെ പിൻവലിച്ചു, സലാത്ത് ചൊല്ലി പിരിഞ്ഞു. അത് ഇടക്കിടക്ക് നടക്കുന്ന ഒരു പരിപാടിയാ കോഴിക്കോട് ബിരിയാണി കച്ചവടം. അതിൽ വലിയ പുതുമയൊന്നുമില്ല. മുമ്പ് നടത്തിയിരുന്ന വേറൊരു പരിപാടി എല്ലാരും കൂടെ കൂടിയിട്ട്. അതെന്താ? മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാരും കൂടെ കൂടിയിട്ട് 18 വയസ്സിൽ താഴെയാക്കാൻ, അതിന്റെ 18 വയസ്സുള്ളത് താഴെയാക്കാൻ വേണ്ടിയിട്ട് എല്ലാരും കൂടെ കൂടിയിട്ട് ഒരു യോഗം നടത്തി. എന്നിട്ട് തീരുമാനിച്ചു കേസ് കൊടുക്കാൻ. ആ കേസ് പേടത്തി. ആരാ നിങ്ങളെ ഭാഗത്തുള്ള വക്കീല്? ചായ കുടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞതല്ലേ? മുസ്ലിം ഐക്യം പറഞ്ഞ് എല്ലാരെയും കൂടെ കൂട്ടിയിട്ട് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 ഇറക്കാൻ വേണ്ടിയിട്ട് 2 കൊല്ലം മുമ്പല്ലായിരുന്നോ നിങ്ങൾ ഇറങ്ങിയത്? ഇപ്പൊ എവിടെ എത്തിയെന്നിട്ട്? ആ ചായ കുടിക്കലും പിരിയലും സലാത്ത് ചെല്ലലും പത്രക്കാരെ കാണലും കോഴിക്കോട്ടെ സ്ഥിരം പരിപാടിയാ. അതിന് വലിയ പുതുമയൊന്നുമില്ല. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ളൊരു പരിപാടി മാത്രമേ മെനഞ്ഞാന്ന് നടന്നതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കില്ല. അധികാരമില്ലാത്ത സമയത്ത് ചില പാർട്ടികൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. അധികാരമില്ലാത്ത സമയത്ത് ഓർക്ക് ഇങ്ങനെ ഭയങ്കര ഐക്യം തോന്നുന്നു. അപ്പൊ മുസ്ലിം ഐക്യം. അധികാരത്തിലെത്തിയാൽ പിന്നെ മുസ്ലിം ഐക്യമല്ല, താടിയില്ല, വേറൊന്നുമില്ല. അധികാരമില്ലാത്ത സമയമായാൽ നിയമസഭയിൽ നിന്ന് പിന്നെ ചോദ്യമാണ്, താടി വെച്ചൂടെ, മൊട്ട അടിച്ചൂടെ, പോലീസുകാർക്കൊക്കെ വെള്ളക്കുപ്പായ ഇട്ടൂടെ, എന്തും ചോദിക്കാലോ. കാരണം ഇപ്പൊ അധികാരമൊന്നുമില്ല, വേറെ വിഷമൊന്നുമില്ല. അങ്ങനെ നമ്പൂരി പറഞ്ഞോലെ പോയാ ഒരു വാക്ക് കിടക്കട്ടെ. ആ രൂപത്തിലുള്ള ഒരു സംസാരല്ലേ? അങ്ങനെയുള്ള വേറെ സംസാര കോഴിക്കോട്ട് കിടന്നത്. അതിൽ പോയതിൽ 2-3 ആൾക്കാർ കഴിഞ്ഞാൽ 4 ആളെ പിന്തുണയുള്ള ഏത് സംഘടനാ ചങ്ങായിമാരെ ഉള്ളത്? വേണ്ട ഇസ്ലാമിക ശരീഅത്തിനെ അംഗീകരിക്കുന്ന എത്ര പേരതിലുണ്ട്? കഴിഞ്ഞ വർഷമല്ലേ ഫസൽ ഗഫൂർ പ്രസംഗിച്ചത് പർദ്ദ വലിച്ചെറിയണോന്ന്? കഴിഞ്ഞ വർഷമല്ലേ ഫസൽ ഗഫൂർ പറഞ്ഞത്? അതിന്റെയും 40 കൊല്ലം മുമ്പേ അല്ലേ അയാളുടെ പാപ്പ പറഞ്ഞത് ഇസ്ലാമിക ശരീഅത്ത് മാറ്റിയെഴുതണോന്ന്?
അന്ന് ഇ കെ ഹസൻ മുസ്ലിയാർ ഉസ്താദ് അവർകളാണ് പറഞ്ഞത്, ഡോക്ടർ മലവും മൂത്രവും പരിശോധിച്ചാൽ മതി, ഇസ്ലാമിക ശരീഅത്ത് പരിശോധിക്കാൻ വരണ്ട, സ്വന്തം പണിയെടുത്തോ എന്ന് പറഞ്ഞ് വായടപ്പിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശൈഖുന ഇ കെ ഹസൻ മുസ്ലിയാരായിരുന്നു. പിന്നെ മിണ്ടിയില്ല. ഇപ്പോഴാ മെല്ലെ ഇറങ്ങി വന്നിട്ട് കൈതപ്പൊയിൽ വെച്ച് പ്രസംഗിച്ചപ്പോ പറഞ്ഞു പർദ്ദ മാറ്റി നിർത്തണം. അയാളെ കൂട്ടിയിട്ട് ആ ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വട്ടമേശ, ഓട്ടമേശ, വട്ടമേശ അല്ല. കോഴിക്കോട്ട് ചെറുട്ടി റോഡിലെ വേറൊരു സംഘടന ഉണ്ട്, എത്ര ആളെ പിന്തുണയുണ്ട്. ഒരു യോഗത്തിന് ഇതുപോലെ 4 ആളെ കൂട്ടാൻ പറ്റി എത്ര പേരുണ്ട് അതില്? തൊട്ടിപ്പുറത്ത് അതിനേക്കാൾ പറ്റുന്ന ആൾക്കാർ വേറെ ഉണ്ട്. ഞങ്ങളല്ലാത്ത ആൾക്കാർ തന്നെ കൂട്ടിക്കോ, അത്യാവശ്യം ആള് വേറെ ഉണ്ട്. അതിൽ വരാത്ത ആളുകൾ ഞങ്ങൾ മാത്രമല്ല വേറെയുണ്ട്. ഞങ്ങൾ വരാത്തതിന് 2 കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം, ആദ്യം ഇതിനൊക്കെ ഒരു തീർപ്പാക്കി. മുത്തലാഖ് പറ്റുമോ പറ്റില്ലേ? ഇസ്ലാമിന് തലാഖിനൊരു വിഷയമുണ്ട്, നമ്മൾ ശരിക്കും അറിയണം. തലാഖ് എന്ന് പറയുന്നത് തോന്നിയതുപോലെ എടുത്തുപയോഗിക്കാവുന്ന ഒരു ആയുധമല്ല. തലാഖ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അബ്അലുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്. അള്ളാഹുവിന് ഏറ്റവും അധികം കോപമുള്ള കാര്യമാണ് തലാഖ് എന്ന് പറയുന്നത്. പക്ഷേ ക്രിസ്ത്യാനിസം പോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം കൂട്ടിച്ചേർത്തത് വേർപെടുത്താൻ പാടില്ല എന്ന് ഒരു ശാസ്ത്രീയ സംവിധാനത്തിൽ പറയാൻ പാടില്ല. അതുകൊണ്ട് ഇസ്ലാം അനുവദിച്ചു. അനിവാര്യമായ സമയത്ത് പക്വമായ രീതിയിൽ ഒരാൾക്ക് എന്തു ചെയ്യാം? തലാഖ് ചെല്ലാം തന്റെ ഭാര്യയെ. അങ്ങനെ ചെയ്യാവുന്ന വളരെ ശ്രദ്ധയോടെ ഇടപെടേണ്ട ഒരു മേഖലയാണ് തലാഖ് എന്ന് പറയുന്നത്. ഈ തലാഖിലെ ഒരു ഭാഗമാണ്, ഇത്ര ശ്രദ്ധയോടെ ചെയ്യേണ്ട തലാഖിലെ ഒരു ഭാഗം ഒരാൾ കടുപ്പിച്ചു പറഞ്ഞു, തീർത്തു പറഞ്ഞു. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഈ ഭാഗത്ത് ഒരാൾ എന്തു ചെയ്തു? നിന്റെ 1ഉം 2ഉം 3ഉം തലാഖ്, ആ തലാഖ് മുഴുവനും കഴിഞ്ഞു. ഇനി ഞാനും നീയും തമ്മിൽ ഖിയാമത്ത് നാൾ വരെ ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒരുത്തനങ്ങ് തലാഖ് ചൊല്ലി. എന്നാ പിന്നെ ഓനെ രണ്ടാമത് കൂട്ടി യോജിപ്പിക്കാൻ എന്തിനാ നമ്മൾ പോണത്? ഇസ്ലാം ഇങ്ങനെ ഒരു പഴുത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ആ പഴുത് വെച്ചപ്പോ തന്നെ പറഞ്ഞു അള്ളാഹുവിന് കോപമുള്ള കാര്യമാണ്, ശ്രദ്ധയോടെ ചെയ്യണേ. എന്നിട്ട് പറഞ്ഞു ജാഗ്രതയോടെ നീങ്ങണേ. അങ്ങനെ പറഞ്ഞൊരു വിഷയത്തിൽ ഒരാൾ കയറിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരാൾ കയറി അതിന്റെ ഏറ്റവും അറ്റത്തെ പഴുതിൽ ചെന്ന് പിടിച്ചു. അങ്ങനെ പിടിച്ചൊരാൾ മുന്നോട്ട് പോയി. അങ്ങനെയുള്ള ഒരാളെ പിന്നെയും രക്ഷപ്പെടുത്തിയിട്ട് രണ്ടാമതും അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ് ആ കൂടിയതിലെ കുറച്ചാൾക്കാർ പറയുന്നത്. മുത്തലാഖ് വിഷയത്തിൽ ഒരു സമവായത്തിലും എത്താൻ കഴിഞ്ഞില്ല. സമവായവും കൊളവായവും ഒന്നും നടന്നില്ല, ഒരു പരിപാടിയും നടന്നില്ല. എന്നിട്ട് പുറമെ ഇറങ്ങിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അത് സന്തോഷാണ്, അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. പരസ്പരം അവിടെ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ പോലും ഐക്യമുണ്ടാക്കാൻ കഴിയാതെ പിന്നെന്ത് ഐക്യമുന്നണിയാണ്, പിന്നെന്ത് മുസ്ലിം ഐക്യമാണ്? ഒറ്റ കാര്യം ആ സമ്മേളനത്തിലുള്ളൂ. അത് അധികാരമില്ലാത്ത കാലത്ത് കഴിഞ്ഞതിന്റെ 5 കൊല്ലം അപ്പുറത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ 5 കൊല്ലം മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട്. സീറ്റിന്റെ എണ്ണം കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നപ്പോ അന്ന് വളരെ വലിയ ഐക്യമായിരുന്നു. അത് കഴിഞ്ഞു അധികാരം കിട്ടിയപ്പം മെല്ലെ മെല്ലെ മാറിത്തുടങ്ങി. അധികാരം കിട്ടിയപ്പം അന്ന് എഴുതിയുണ്ടാക്കിയ എഗ്രിമെന്റ് ഉണ്ട്. ഇനി AP വിഭാഗമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾ പറഞ്ഞാലേ സഹകരിക്കൂ എന്ന് പറഞ്ഞ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു എന്ന് പത്രങ്ങൾ എഴുതിയതാണ്. ആ രൂപത്തിൽ അധികാരം കിട്ടിയപ്പോ ഉണ്ടായത്. അപ്പൊ ഇത് വെറും ഒരു ചായ സൽക്കാരം മാത്രോ, അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല. തൊലിപ്പുറമെയുള്ള ഒരു പരിപാടി എന്നതിനപ്പുറത്ത് അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാ വെറുതെ ഞങ്ങൾക്ക് വേറെ ഒരുപാട് പണിയുണ്ട്, ആവശ്യമില്ലാതെ ഇങ്ങനത്തെ ഈ കാര്യത്തിനൊന്നും പോകേണ്ടതില്ല. അധികാരമില്ലാത്ത സമയത്ത് ഇങ്ങനെ ജനങ്ങളൊന്നും ഒന്നിപ്പിക്കാൻ പറ്റുമെന്നും പറഞ്ഞ് വേറെ ചില ഉദ്ദേശത്തോടു കൂടെ ഉണ്ടാക്കിയ പരിപാടി. അതിന്റെ ഒരു തുടക്കമായിരുന്നു മറ്റേ സാക്കിർ നായിക്കിന് വേണ്ടിയുള്ള ഒരു പോസ്റ്ററും പ്രഖ്യാപനവും ഒക്കെ വന്നതും അങ്ങനെയാ.
സാക്കിർ നായിക്കിനെതിരെ വരുന്നതിന്റെ 10-15 കൊല്ലം മുമ്പേ കേരളീയനായ ഒരു മനുഷ്യൻ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ കേസുമായി ബന്ധപ്പെട്ട്, പിന്നെ തമിഴ്നാട്ടിലെ കേസുമായി ബന്ധപ്പെട്ട്, ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം കർണാടകയിൽ വെച്ചുകൊണ്ട് കള്ളക്കേസിൽ കുടുക്കിയിട്ട് ജയിലിൽ കഴിയുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ ആ മനുഷ്യന്റെ പേര്? അബ്ദുൽ നാസർ മഅ്ദനി എന്നാണ്. സകല രോഗങ്ങളും ഇന്നുണ്ട്. 1.5 കാലേയുള്ളൂ. അരക്കാല് നേരത്തെ RSSകാര് ബോംബെറിഞ്ഞ് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല. ഇപ്പൊ സാക്കിർ നായിക്കിന് വേണ്ടി മിണ്ടുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതെന്തിനാണ് എന്ന്. സാക്കിർ നായിക്കിനെതിരെ മിണ്ടിയപ്പോ ഒരവാക്ക് പറഞ്ഞുകൂടായിരുന്നോ? ബാംഗ്ലൂരിലും അതുപോലെ ബാക്കിയുള്ള ജയിലുകളിലും നരകയാതന അനുഭവിക്കുന്ന ആ മനുഷ്യന് വേണ്ടിയിട്ട് അതുണ്ടായിട്ടില്ല ആരഭാഗത്തു നിന്നും. അതുപോലെ വരുന്ന ഓരോ കാര്യങ്ങളാണ്. അതൊക്കെ തൽക്കാലത്തേക്ക് അതിന്റെ ഉദ്ദേശവും ലക്ഷ്യമൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് സമയം വെറുതെ ഞങ്ങൾ അതിന് മെനക്കെടുത്താനില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് മാറിയതാണ്. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ വരുന്ന 3-ാം തീയതി എറണാകുളത്ത് വെച്ചുകൊണ്ട് ശരീഅത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല ഒരു പരിപാടി, പ്രൗഢമായൊരു പരിപാടി, കൂടുതൽ ജനങ്ങൾ വരുന്ന പരിപാടിയല്ല, പ്രൗഢമായൊരു പരിപാടി, ഇസ്ലാമിക ശരീഅത്ത്, അതിലെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതിനെ മാറ്റാൻ ഒരാളെയും അനുവദിക്കില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് വരണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയുന്നുള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെ കൂടിയതിൽ ഞങ്ങൾ കൂടാത്ത ഞങ്ങൾ പിന്നാലെ കൂടണ്ട. അങ്ങനെ കുറെ പൊറാട്ട് നാടകങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി